ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് എങ്ങനെ CSSയിലേക്ക് ബോർഡർ ചേർത്ത് കൊടുക്കാം. ബോർഡർ ചേർത്ത് കൊടുക്കുമ്പോൾ എന്തൊക്കെ സ്റ്റൈലുകളാണ് അതിൽ വരുന്നത്. വിവിധ തരത്തിൽ ഏതാണ്ട് കുറച്ചധികം തന്നെ സ്റ്റൈലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓരോ സ്റ്റൈലും നമ്മൾ 1 by 1 ആയിട്ട് എങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചും സംസാരിച്ചു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ബോർഡർ ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് ബോർഡറിന് നമുക്ക് എങ്ങനെ വിഡ്ത്ത് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ബോർഡറിന് നമുക്ക് വിഡ്ത്ത്, അതായത് ഇപ്പോൾ നമ്മൾ ഈ പേജ് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഈ പേജ് നമ്മൾ റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇതിൽ വിവിധ തരത്തിലുള്ള ബോർഡറുകൾ നമ്മൾ എങ്ങനെയാണ് ചേർത്ത് കൊടുത്തത് എന്നും അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് നമ്മൾ ബോർഡർ ചേർത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ നമുക്ക് ബോർഡറിന്റെ വിഡ്ത്ത് കൂട്ടാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അതായത് അതിന്റെ തിക്നെസ് എത്രത്തോളം നമുക്ക് കൂട്ടിക്കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഏതാണ്ട് രണ്ട് വിധത്തിൽ നമുക്ക് ബോർഡറിന്റെ തിക്നെസ് കൂട്ടി കൊടുക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ബോർഡറിന്റെ തിക്നെസ് നമുക്ക് എങ്ങനെ കൂട്ടി കൊടുക്കാം എന്ന് നോക്കാം. ഓക്കെ, ഞാനിതിൽ 2 ബോർഡർ മാത്രം വെച്ച് ബാക്കിയെല്ലാം ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ചെയ്യാൻ വേണ്ടി 2 ബോർഡർ മാത്രം മതി. അപ്പോൾ ഞാൻ ആ 2 ബോർഡർ മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി. ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് എല്ലാം സോളിഡ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ സോളിഡ് ആക്കി മാറ്റുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് രണ്ടും ഇവിടെ ഒരേ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഓക്കെ, ആദ്യം തന്നെ ഞാനിവിടെ വന്ന് സോളിഡിൽ നമുക്ക് എത്രത്തോളം ഇതിന് പിക്സൽ ചേർത്ത് കൊടുക്കാം, എത്ര പിക്സൽ ഇതിന്റെ സൈസ് വേണം എന്നുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോർഡർ വിഡ്ത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അതിനൊരു ബോർഡർ സ്റ്റൈൽ ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത് വെക്കണം. ബോർഡർ സ്റ്റൈൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബോർഡർ വിഡ്ത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്ന് പിക്സലിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ബോർഡറിന്റെ സൈസ് നമുക്ക് സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ബോർഡർ വിഡ്ത്ത് എന്ന് ചേർത്ത് കൊടുക്കുക. ബോർഡർ വിഡ്ത്ത് നമ്മൾ പിക്സലിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ബോർഡറിന്റെ വിഡ്ത്ത് ഞാനൊരു 10 പിക്സൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പേജ് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇതിന്റെ വിഡ്ത്ത് ഇതുപോലെ നമുക്ക് ഒന്നുകൂടി കൂടിയ രൂപത്തിലായിട്ട് നമുക്ക് കാണിച്ചു തരും. ഇത്തരത്തിൽ നമുക്ക് ബോർഡറിന്റെ വിഡ്ത്ത് നമുക്ക് ഈ രൂപത്തിൽ സൈസിന് എത്രയാണോ നമ്മൾ വിഡ്ത്ത് എമൗണ്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെ തിക്നെസ് കൂടി വരും. ഇനി നമുക്ക് നോർമൽ സൈസ് മതിയെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ബോർഡർ വിഡ്ത്ത് നമ്മൾ മീഡിയം ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു മീഡിയം സൈസിൽ നമുക്ക് ബോർഡർ വിഡ്ത്ത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ 2 രൂപത്തിൽ വാല്യൂ നമുക്ക് ചേർത്ത് കൊടുത്ത് ബോർഡറിന് വിഡ്ത്ത് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തേത് നമുക്ക് അതിന്റെ എത്ര പിക്സൽ വിഡ്ത്ത് വേണമെന്ന് നമ്മൾ വാല്യൂ ചേർത്ത് കൊടുത്തിട്ടും, അതേപോലെ തന്നെ രണ്ടാമത് നമുക്ക് അതിൽ എത്രയാണോ നമുക്ക് മീഡിയം എന്നൊരു വാല്യൂ ചേർത്ത് കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബോർഡർ വന്നിട്ടുണ്ടാവും. അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ബോർഡർ ഉപയോഗിച്ചിട്ട് കളർ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ബോർഡർ വിഡ്ത്താണ്. അടുത്തതായി നമ്മൾ ബോർഡറിന്റെ കളറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ബോർഡറിന് കളർ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് 3 വിധത്തിൽ കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നാമത്തേത് നെയിം എന്ന മെത്തേഡ്, അതായത് നമ്മൾ HTML പഠിച്ചപ്പോൾ കളറിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് റെഡ്, ഗ്രീന്, ബ്ലൂ അങ്ങനെ ഏത് കളറാണോ വേണ്ടത് അത് നമ്മൾ ചേർത്ത് കൊടുത്ത് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ നെയിം അടിസ്ഥാനത്തിൽ കളർ ചേർത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത്. അതേപോലെ RGB റെഡ്, ഗ്രീന്, ബ്ലൂ ഇതിന്റെ ഒരു ഈക്വൽ ആയിട്ടുള്ള വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഹെക്സാഡെസിമലിന്റെ അടിസ്ഥാനത്തിൽ എക്സ് മോഡലിൽ നമുക്ക്, അതായത് ആഷ് ഇട്ടതിന് ശേഷം നമുക്കൊരു 6 ഡിജിറ്റിനെ അടിസ്ഥാനമാക്കി നമുക്ക് ബോർഡർ ചേർത്ത് കൊടുക്കുന്നതിന് എക്സ് എന്ന മോഡൽ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ബോർഡറിന് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ 2 ബോർഡറിന് നമുക്കൊന്ന് കളർ ചേർത്ത് കൊടുക്കാം. ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ തന്നെ നമ്മൾ ബോർഡർ വിഡ്ത്ത് കൊടുത്തപ്പോൾ അതിൽ ബോർഡർ സ്റ്റൈൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ നമുക്ക് ബോർഡറിന് കളർ ചേർത്ത് കൊടുക്കുമ്പോഴും അതിന്റെ മുമ്പേ തന്നെ അതിന് നമുക്കൊരു ബോർഡർ സ്റ്റൈൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെ നമുക്കിതിന് കളർ ചേർത്ത് കൊടുക്കാം എന്നതിനെ നോക്കാം. ഓക്കെ, ബോർഡറിന് കളർ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമുക്കിവിടെ വന്ന് ബോർഡർ കളർ എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് ആദ്യത്തിന് ഞാൻ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെഡ് എന്ന് ചേർത്ത് കൊടുത്താൽ ആദ്യത്തെ ലൈൻസിന് നമുക്ക് റെഡ് കളർ ഇതുപോലെ ബോർഡർ ആയിട്ട് വന്നിട്ടുണ്ടാവും. അതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തേതിന് ഗ്രീൻ എന്ന ബോർഡർ കളറും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ വന്ന്
ബോർഡർ കളർ ഗ്രീൻ എന്ന് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏതാണ്ട് അതിന് നമുക്ക് ഗ്രീൻ കളറിലായിരിക്കും ഇതിന് ബോർഡർ വരിക. ഇങ്ങനെ രണ്ട് വിധത്തിൽ നമുക്ക് ബോർഡറിന് കളർ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നതാണ് റേഡിയസ്. ബോർഡർ റേഡിയസിനെ കുറിച്ചാണ് അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ബോർഡർ റേഡിയസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഈ മീഡിയം, അതായത് നമ്മളിവിടെ രണ്ടാമത് കൊടുത്ത ബോർഡറിനാണ് നമ്മൾ റേഡിയസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ബോർഡർ റേഡിയസ് ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം. ബോർഡർ റേഡിയസ് എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ 2 വാല്യൂ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആദ്യത്തെ വാല്യൂ 20 പിക്സലും അതേപോലെ സ്പേസ് ഇട്ടതിന് ശേഷം രണ്ടാമത്തെ വാല്യൂ ഞാൻ 30 പിക്സലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് റൺ ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ 2 വിടത്തിലും നമുക്ക് ഇതിനനുസരിച്ച് ചെരിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമുക്ക് ബോർഡറിനെ റേഡിയസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ബോർഡർ റേഡിയസ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇതിപ്പോൾ രണ്ടാമത്തെ ഭാഗം 30 ആയതുകൊണ്ടാണ് നമ്മൾ ഒരു സൈഡ് നല്ല കർവ് വന്നിട്ടുള്ളത്. രണ്ടും കറക്റ്റായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കറക്റ്റ് അമൗണ്ട് ചേർത്ത് കൊടുക്കുക. രണ്ടും ഒരേ രൂപത്തിൽ കറക്റ്റ് അമൗണ്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഇതിൻ്റെ 2 ഭാഗത്തും അതിൻ്റെ ബോർഡർ റേഡിയസ് കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സസ് സംസാരിച്ചത് എങ്ങനെ നമുക്കിതിലേക്ക് ബോർഡർ വെബ് പേജ് ചേർത്ത് കൊടുക്കാമെന്നും എങ്ങനെ ബോർഡറിൻ്റെ കളർ മാറ്റാമെന്നും എങ്ങനെ ബോർഡറിന് നമ്മൾ റേഡിയസ് ചേർത്ത് കൊടുക്കാമെന്നും വിവിധ തരത്തിലുള്ള ബോർഡർ സ്റ്റൈലുകൾ ഏതായെന്നും അതേപോലെ തന്നെ എങ്ങനെ ബോർഡറിന് വിടുത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചുമാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മുടെ ഈ വെബ് പേജിൽ നമുക്ക് ഒരു ബോർഡർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഹെഡിങ് കൊടുത്തതിന് നമുക്കൊരു ഡിവിനുള്ളിലാക്കി കൊടുത്ത് ആ ഡിവിഷന് നമുക്കൊരു ബോർഡർ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതായത് നമ്മൾ വെബ് പേജിൽ നമ്മൾ ഇനി ആ ബോർഡർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ H1 എന്നത് ഞാനൊരു ഡിവിനുള്ളിലേക്കാക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഡിവിന് നമുക്കിവിടെ വന്ന് മുകളിൽ വന്ന് ഒരു CSS ചേർത്ത് കൊടുക്കാം. ഓക്കെ, ബോഡിക്ക് താഴെ ഞാനിവിടെ വന്ന് ഡിവ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനാണ് നമ്മൾ ആദ്യം തന്നെ ബോർഡർ സ്റ്റൈല് ചേർത്ത് കൊടുക്കുകയാണ്. ബോർഡർ സ്റ്റൈല് ഞാനിവിടെ ഡോട്ടഡ് എന്ന സ്റ്റൈലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഡോട്ട് രൂപത്തിൽ വരാൻ വേണ്ടിയാണ് ഞാനത് ഡോട്ടഡ് സ്റ്റൈൽ കൊടുക്കുന്നത്. അപ്പോൾ ബോർഡറിന് ചുറ്റും ഇതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ളൊരു ലൈന് വന്നിട്ടുണ്ട്. ഹൈറ്റ് ഒന്നും ഞാനിവിടെ കൂട്ടി കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനൊരു ഗ്രേ കളർ ചേർത്ത് കൊടുക്കുന്നത്. ലൈറ്റായിട്ട് ഒരു ഗ്രേ കളർ ഇതിന് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് വരാൻ വേണ്ടിയാണ് ഞാൻ ഗ്രേ കളർ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഇതിന് ബോർഡർ റേഡിയസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബോർഡർ റേഡിയസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 30 പിക്സൽ ബോർഡർ റേഡിയസ് ഞാനിവിടെ 30 പിക്സൽ റേഡിയസ് ഞാനിതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഈ രൂപത്തിൽ ഓക്കെ, നമുക്കിതിന് ഹെഡിങ്ങിന് ഈ രൂപത്തിൽ നമ്മുടെ വെബ് പേജിൽ ഇതിൻ്റെ നമ്മുടെ ടൈറ്റിൽ ഈ രൂപത്തിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മൾ വെബ് പേജിൽ ബോർഡർ ഉപയോഗിക്കുന്നത് എന്നും അതെങ്ങനെ നമുക്ക് വെബ് പേജിൽ അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.